എല്ലാവർക്കും നമസ്കാരം. കുടിയേറ്റം എന്ന വാക്ക് കേൾക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും കുടിയേറ്റക്കാരല്ലാത്ത ആൾക്കാരുടെ സ്ഥലത്തു നിന്ന് പലപ്പോഴും അതിന് വേറൊരു അർത്ഥം അറിയാതെ വന്നു ചേരുന്നുണ്ടോ എന്നൊരു സംശയം. കുടിയേറ്റക്കാരുടെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പറയുമ്പോൾ കുടിയേറ്റക്കാർക്ക് വേറൊരു പേര് പോലെ, അല്ലെങ്കിൽ അവർ കയ്യേറ്റക്കാരാണ് എന്ന മട്ടിലൊക്കെ പലപ്പോഴും ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പോഴൊരു വിഷയം ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ മണ്ണിലും നമ്മുടെ മനസ്സിനും ഈ കുടിയേറ്റം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുടിയേറ്റം ഇല്ലെങ്കിൽ നമ്മുടെ നാടില്ല. ഇന്ന് നമ്മളിരിക്കുന്ന ഈ കോഴിക്കോട് നഗരം എങ്ങനെ ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ കോഴിക്കോട്ടെ സാമൂതിരി പോലും ഒരു കുടിയേറ്റക്കാരനാണ്. നെടിയിരിപ്പ് സ്വരൂപത്തിലെ ഏറാൾപ്പാടുമാരൊരാളായ സാമൂതിരി പൊറളാതിരിയെ തോൽപ്പിച്ച് കല്ലായിപ്പുഴ കടന്ന് ഈ കോഴിക്കോട് വന്ന് ഒരു രാജ്യം ഇവിടെ ഉണ്ടാക്കുന്നു. സാമൂതിരിയുടെ പേരിലാണ്, അല്ലെങ്കിൽ സാമൂതിരി ചെയ്തതാണ് ഇവിടെ നമ്മൾ പലതും, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പലതും. അതിനു മുമ്പ് തന്നെ ഇവിടെ അറബികൾ വന്നു, ചൈനക്കാർ വന്നു, അതുപോലെ പോർച്ചുഗീസുകാർ പിന്നെ വരുന്നു, ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാരെല്ലാം വന്ന് ഉണ്ടാക്കിയൊരു, അങ്ങനെ ഒരുപാട് കുടിയേറ്റക്കാരാണ്. ഈ നാടല്ല, എല്ലാ നാടിനെയും സൃഷ്ടിക്കുന്നത്. തനിയെ ഒരു നാടുണ്ടായി വരികയല്ല. അതിൻ്റെ ഒരു സൗകര്യങ്ങൾ നമ്മളിവിടെ കാണും. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, വേഷവിധാനം, അല്ല ഒരുപാട് കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ കുടിയേറ്റത്തിൻ്റെ അതാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷികൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി പറക്കുന്നു, മൃഗങ്ങൾ ഭക്ഷണം തേടി പോകുന്നു, മനുഷ്യനും അതുപോലെ തന്നെ ഉണ്ടാകുന്നു. പക്ഷേ നമ്മുടെ കുടിയേറ്റം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ കുടിയേറുന്ന മലയോര കുടിയേറ്റ കർഷകന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും വരുമ്പോൾ, വാർത്തകളിൽ വരുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വരുന്നു എന്നുള്ളതാണ് ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇവിടെ പാഴ്സികൾ, അറബികൾ, യമനികൾ, ജൈനന്മാരെല്ലാം ഈ കോഴിക്കോട് നഗരത്തെ, അതാണ് ഈ കോഴിക്കോട് ഇത്രയും മനോഹരമാക്കിയത്. അപ്പം കുടിയേറ്റമാണ് ഒരു നാടിനെ മനോഹരമായിട്ട് സൃഷ്ടിക്കുന്നത്. ഈ ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ, അതിൻ്റെ പരിണാമത്തിൽ ചരിത്രകാരന്മാരും സാമൂഹ്യ നിരീക്ഷകരൊക്കെ അതിനൊരു ചില ഘട്ടങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഘട്ടം, നമ്മുടെ ആദ്യ ഒരു മാറ്റം വരുന്നത് വിശുദ്ധ ചാവറയച്ചൻ്റെ, അതിനുശേഷം നാരായണ ഗുരുവിൻ്റെ എല്ലാം ഒരു ആധ്യാത്മിക ഭൗതിക രംഗത്തുള്ള ഇടപെടലാണ്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ചാവറയച്ചൻ തുടങ്ങിയ ഒരു നീക്കവും, അതിനുശേഷം തൊട്ട് തന്നെ നാരായണ ഗുരു ഇവിടെ ഉണ്ടാക്കിയ ഒരു മാറ്റം, ഭൗതിക ആത്മീയ ശക്തികളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇളക്കം, ഒരു മാറ്റം ഉണ്ടാക്കിയതാണ് ഒരു ഘട്ടം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പിന്നെ, അതിലുണർവാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ശക്തി രണ്ടാം ഘട്ടത്തിൽ. അക്കൂട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാലവും, മൂന്നാമത് വരുന്ന കേരളത്തെ മാറ്റി തീർത്ത ഒരു ഘടകമാണ് കുടിയേറ്റം. തിരുവിതാംകൂറിൽ നിന്നുള്ള അന്നത്തെ വേറൊരു ബ്രിട്ടീഷ് കീഴിലുള്ള മലബാർ പ്രദേശത്തേക്ക്, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിലേക്ക് തിരുവിതാംകൂറിൽ നിന്നുള്ള മനുഷ്യർ കടന്നു വന്ന് ആ നാടിനെ, അതിൻ്റെ മലയോര പ്രദേശങ്ങളെ വാണിജ്യവിളകളും ഭക്ഷ്യവിളകളും കൊണ്ട് ദാരിദ്ര്യമുള്ളൊരു കാലത്ത് സമൃദ്ധമാക്കുകയും, ആ നാടിന് അവരുടെ അധ്വാനം കൊണ്ട് അവിടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുത്ത്, പാലങ്ങൾ, റോഡുകളൊക്കെ നിർമ്മിച്ച്, സ്കൂളുകൾ നിർമ്മിച്ച്, അങ്ങനെ ഒരു നാടിനെ സ്വന്തം പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്ത ജനതയുടെയാണ് ഈ കുടിയേറ്റത്തിൻ്റെ ആ കാലഘട്ടം. പിന്നെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗൾഫിലേക്കുള്ള നമ്മുടെ ജോലി തേടിയുള്ള പോക്കിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ആധുനിക കാലഘട്ടം ഇപ്പോൾ വന്നു നിൽക്കുന്ന ഈ മാറ്റങ്ങളുടെ ഘട്ടത്തിലേക്ക് നയിച്ച ഒരു 4 ഘട്ടങ്ങളിൽ ഒന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വിവിധ വശങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ പാലക്കാട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അട്ടപ്പാടി, അഗളി,
മണ്ണാർക്കാട് പ്രദേശങ്ങൾ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ മലയോര പ്രദേശങ്ങൾ, കോഴിക്കോട് ജില്ലയിൽ ആണെങ്കിൽ മുക്കത്ത് നിന്ന് പോയിട്ടുള്ള തിരുവമ്പാടി കോടഞ്ചേരി പ്രദേശം, പേരാമ്പ്രയിൽ നിന്നുള്ള കുളത്തുവേൽ കൂരാച്ചുണ്ട് ആ മേഖല, കുറ്റ്യാടിയിൽ നിന്നുള്ള മരുതോങ്കര ആ ആ മേഖല, അങ്ങനെ എല്ലാ മലയോരങ്ങളിലും, പിന്നെ തലശ്ശേരിയിൽ നിന്നുള്ള ഇരിട്ടി പ്രദേശം, ഇരിട്ടിയോട് അനുബന്ധിച്ചുള്ള ഒരുപാട് പ്രദേശങ്ങൾ, തളിപ്പറമ്പിൽ ചെല്ലുമ്പോൾ അത് ചെമ്പേരി, ആലക്കോട് എന്ന് പറയുന്ന വലിയൊരു മേഖല, കാസർഗോഡിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ചെറുപുഴ ആ മേഖല, പിന്നെ വയനാടാണെങ്കിൽ കുടിയേറ്റക്കാരും തന്നെ, കുടിയേറ്റക്കാരുടെ ഒരു 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 ജില്ല തന്നെയാണ് വയനാട്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ജില്ലയുടെ ഒരു ആ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ജനത ഉണ്ടാക്കിയെടുത്തതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീ എബ്രഹാം ബെൻഹറാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ കൂടെ വരുന്നുണ്ട്, ശ്രീ വർഗീസ് തോട്ടക്കാട്. എബ്രഹാം ബെൻഹറിനെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേർക്ക് പരിചയമുള്ളതാണ്. അദ്ദേഹം വയനാട് മീനങ്ങാടിക്കടുത്ത് കൃഷ്ണഗിരിയിൽ, ഇപ്പോൾ അദ്ദേഹം ഒരു കർഷകനാണ്, പക്ഷേ അദ്ദേഹം വലിയൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ ഏറെ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. മിസ തടവുകാരനായിട്ട് രാജൻ കേസിൻ്റെ കാലത്ത് രാജനോടൊപ്പം തടവിൽ ക്രൂരമായ പീഡനങ്ങൾ ഒരു കാരണവുമില്ലാതെ ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സോഷ്യലിസ്റ്റ് യുവജന സംഘടനാ നേതാവായിരുന്നു. ജോർജ് ഫെർണാണ്ടസിൻ്റെ ശിഷ്യനായിരുന്നു. ഇപ്പോൾ ഹരിതസേന ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. നല്ലൊരു കർഷകനാണ്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷയം കൂടുതലും ജൂത സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പുസ്തകങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മെഗാലിത്തിക് റിസർച്ച് സെൻറ്റർ ഡയറക്ടറാണ് അദ്ദേഹം. അത് പുസ്തകങ്ങൾ ജൂയിഷ് ഇന്ത്യൻസ്, ജൂത ഭാരതം, ലൊക്കേഷൻ ഓഫ് ഏഡൻ, എ ന്യൂ ഡിസ്കവറി, ദ മെഗാലിത്സ് ഓഫ് ജൂവിഷ് ലോസ്റ്റ് ട്രൈബ്സ്, പിന്നെ എന്നും ഓർമ്മപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥ. ബെൻഹർ കവിതകൾ എഴുതിയിട്ടുണ്ട്, ഏഴരപ്പള്ളികളെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്, അതുപോലെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഡോക്യുമെൻ്ററിക്ക് സംവിധാനത്തിന് നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകനാണ്. ഇനി വരാൻ പോകുന്ന ഈ തോട്ടക്കാട് സാറും അദ്ദേഹം ഒരു കവിയും അധ്യാപകനും ഒക്കെയാണ്. അദ്ദേഹം ഒരു കുടിയേറ്റക്കാരൻ. അപ്പം ഈ കുടിയേറ്റത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരെല്ലാം, പ്രത്യേകിച്ചും ബെൻഹറൊക്കെ ആ കാലത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ആ ദുഃഖ അനുഭവങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടം കടന്നു വന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ ബെൻഹറിനോട് ചോദിക്കുകയാണ്, ബെൻഹറിൻ്റെ ആ കുടിയേറ്റ ഓർമ്മകൾ, അല്ലെങ്കിൽ എന്താണ് ബെൻഹറിൻ്റെ ആ കാലത്ത് മനസ്സിലുള്ള ചിന്തകൾ എന്ന് പറയാൻ. മലയാള മനോരമ ഓർത്തൂസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഏറ്റവും ആഴമേറിയതും ഗൗരവം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് കുടിയേറ്റം. അത് മണ്ണിലും മനസ്സിലും ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ പരിണാമങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ സാംസ്കാരിക സവിശേഷതകൾ. ഇത് വലിയൊരു വിഷയമാണ്. അതിന് സാധാരണ കുടിയേറ്റം എന്നുള്ളൊരു ഭാഷ കൊണ്ട് നമ്മളുടെ പത്രപ്രവർത്തകർ, സാധാരണ എഴുത്തുകാർ, കെ എഫ് ജോർജിനെ പോലുള്ള ചിന്തകരായിട്ടുള്ള എഴുത്തുകാർ ഇതിനെ കാണുന്നത് തിരുവിതാംകൂറിൽ നിന്നിട്ട്, മധ്യ കേരളത്തിൽ നിന്നിട്ട് കൂടും കുടുക്കയുമായിട്ട് അന്നം തേടി വന്നിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരെ, അതല്ലെങ്കിൽ മലബാറിലെ തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നിട്ട് ചെറിയ കൈത്തൊഴിലും കച്ചവടവുമായിട്ട് വന്നിട്ടുള്ള മലബാർ മുസ്ലിംസിനെ കുറിച്ചിട്ട് അവരൊരു കുടിയേറ്റക്കാർ. ഈ വിഷയത്തെ ഇത്ര ലഘൂകരിച്ച് കാണുന്നതിലേക്കാണ് ഞാനതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രം
നമ്മൾ എവിടെ നിന്ന് തുടങ്ങാം? ചരിത്രത്തിൻ്റെ അഗാധ പദങ്ങളിലൂടെയിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുടിയേറ്റം ഗൗരവമുള്ളതായിട്ടുള്ളൊരു വിഷയമാണ്. ഒരു സമൂഹം ഒരു സ്ഥലത്ത് നിന്നിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് ചലിക്കുന്നതാണ്. ഒന്നല്ല, രണ്ടല്ല, നിരവധി വ്യക്തികൾ അവർ ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ അറിവുകളുമായിട്ടാണ് അവർ കുടിയേറുന്നത്. ഈ കുടിയേറ്റത്തിന് പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചെറിയ വിഷയങ്ങളിൽ അത് ഭക്ഷണം തേടിയിട്ടുള്ളൊരു യാത്രയെക്കുറിച്ചിട്ടുണ്ട്. പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അധ്വാനിക്കുന്നതിന് വേണ്ടിയിട്ട് മലയോരങ്ങൾ വെട്ടിനിരത്തിയിട്ട് കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വാണിജ്യവൽക്കരിച്ച് വിദേശങ്ങളിൽ എത്തിച്ച് അതിൽ കൂടി ഉണ്ടാക്കുന്നതായിട്ടുള്ള സമ്പത്തിനെ കുറിച്ചിട്ട് അത് കുടിയേറ്റത്തിൻ്റെ ഒരു കാര്യമായിട്ട് പലരും ചിത്രീകരിക്കുന്നു. നമ്മൾ കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ഞാൻ ചില സൂചനകളിലേക്ക് വരികയാണ്. ഒരു തുടക്കം, നിങ്ങൾ ബൈബിളും ഖുർആനൊക്കെ വായിച്ചിട്ടുണ്ട്. ആ ബൈബിളിൽ പറയുന്നതായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, എബ്രഹാം പിതാവ്. എബ്രായ ഗോത്രത്തലവനായിട്ടുള്ള എബ്രഹാം പിതാവ് ഊർ പ്രദേശത്ത് നിന്ന്, ഇന്നത്തെ ഇറാഖിലെ ഊർ പ്രദേശത്ത് നിന്നിട്ട് വടക്കോട്ട് സഞ്ചരിച്ച് ഹാരാൻ വഴി കനാൻ ദേശത്ത് എത്തിച്ചേർന്ന് അധിവാസം ഉറപ്പിച്ചു. നമ്മൾ ചരിത്രത്തിൽ കാണാവുന്നതായിട്ടുള്ള ആദ്യത്തെ ഒരു കുടിയേറ്റത്തിൻ്റെ അടയാളമോ അധ്യായമോ ആണിത്. എബ്രഹാം പിതാവ് എന്തിനാണ് ഈ കനാൻ ദേശത്തേക്ക് പോയത്? ഒരു വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല, ആൾക്കാരില്ലാത്തത് കൊണ്ടല്ല, മറ്റു വിധത്തിലുള്ള സംരക്ഷണമില്ലാത്തത് കൊണ്ടല്ല, താൻ വിശ്വസിക്കുന്ന തങ്ങളുടെ ദൈവമായിട്ടുള്ള ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നതിനും വിഗ്രഹാരാധനയെ എതിർക്കുന്നതിനും അതിനെ നിരാകരിക്കുന്നതിന് ജനങ്ങൾക്ക് ഒരു പാഠം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് എബ്രഹാം പിതാവ് ഊരിൽ നിന്നിട്ട് കനാൻ ദേശത്തിലേക്ക് യാത്ര അയച്ചത്. അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുടിയേറ്റമാണ്. ഈ കുടിയേറ്റ ചരിത്രം നമ്മൾ സാധാരണമായിട്ട് കാണാറില്ല. എബ്രായ ഗോത്രത്തലവൻ എബ്രഹാം കനാൻ ദേശത്ത് പാർക്കുകയും 2 തലമുറകളും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ് 71 മക്കളുമായിട്ട് ഈജിപ്തിലേക്ക്, പഴയ മിസ്രൈം ദേശത്തിലേക്ക് കുടിയേറുന്നത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. അത് പട്ടിണി കൊണ്ടായിരുന്നു. പട്ടിണിയായിരുന്നു പ്രശ്നം. കനാൻ ദേശത്ത് തേനും പാലും ഒഴുകിയിരുന്നായിട്ട് കനാൻ ദേശത്ത് ദാരിദ്ര്യവും വിഷമതകളും ഉണ്ടായപ്പോൾ ഈ പട്ടിണിയിൽ നിന്നിട്ട് രക്ഷ നേടുന്നതിന് വേണ്ടി ഈജിപ്തിലെ നൈൽ തീരത്തിൽ സമൃദ്ധമായിട്ടുള്ള ഗോതമ്പ് വയലുകളിൽ പണിയെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പലായനം ചെയ്തിട്ടുള്ള യാക്കോബിൻ്റെ സന്തതി പരമ്പരകളായിരുന്നു ഇവർ. ഏകദേശം 340 കൊല്ലം ഇസ്രായേൽ ജീവിക്കുകയും അവിടെ നിന്നിട്ട് ഈ പോയിട്ടുള്ള 70 പേരിൽ തലമുറകൾ കഴിഞ്ഞപ്പോഴും ലക്ഷങ്ങളായിട്ട് പെരുകയും ഏകദേശം 20 ലക്ഷം ജനങ്ങളായിട്ട് അവരവിടെ നിന്നിട്ട് പലായനം ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നു. അവിടെ നിന്ന് കുടിയേറിയിട്ടുള്ള യാക്കോബിൻ്റെ സന്തതി പരമ്പരകളുടെ കുടിയേറ്റത്തിൻ്റെ ചരിത്രം മറ്റൊരു ചരിത്രമാണ്. ആ കുടിയേറ്റത്തിൻ്റെ ചരിത്രം അടിമത്തത്തിൽ നിന്നിട്ട് മോചനം നേടി സ്വതന്ത്രമായിട്ടുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു കുടിയേറ്റമായിരുന്നു. സാമ്പത്തികമല്ല, വിശ്വാസമല്ല. അപ്പോൾ വിശ്വാസ സംരക്ഷണം
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വതന്ത്ര ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിയേറ്റം, ഇത് മൂന്നാമത്തെ ഒരു ഘടകമാണ്. നമ്മളിങ്ങനെ ആദ്യകാല വേദഗ്രന്ഥങ്ങളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രം വളരെ വിശദമായിട്ട് നമ്മൾക്ക് വായിക്കാൻ കഴിയും. അത് കുടിയേറ്റമാണ്. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലേക്കുള്ള, ഇന്ത്യ മഹാരാജ്യം ഭാരതം എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതം എന്നുള്ള വാക്കിൽ നിന്ന് വരത്തന്മാരുടെ നാട് എന്നുള്ളുണ്ട്, വന്നവരുടെ നാട്. അതിൻ്റെ അർത്ഥം കുടിയേറ്റക്കാരുടെ നാട് എന്നുള്ളതാണ്. നമ്മൾ ഭാരതത്തിലേക്കുള്ള കുടിയേറിയിട്ടുള്ളവരുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ മോഹൻജദാരോ, ഹാരപ്പ അടങ്ങുന്നതായിട്ടുള്ള സിന്ധു നദീതടത്തിലേക്ക്, സിന്ധു താഴ്വരയിലേക്ക് കുടിയേറിയതായിട്ടുള്ള ജനതയുടെ ചരിത്രം നമ്മളുടെ സ്കൂൾ പുസ്തകങ്ങളിൽ, സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിൽ മാത്രം വായിക്കുന്നതല്ല. സിന്ധു നദീതടത്തിലെ സംസ്കാരത്തെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള, അഗാധമായിട്ടുള്ള, അപാരമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ഒരുപാട് ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ഈ സിന്ധു നദീതടത്തിലേക്കുള്ള കുടിയേറ്റക്കാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സിന്ധുതടത്തിൽ ആദ്യമായിട്ട് എത്തുന്ന ജനസമൂഹം അവർ എലാമൈറ്റ്സ് ആണ്, എലാമ്യരാണ്. ഈ എലാമ്യർ ഇന്നത്തെ ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് അധിവസിച്ചിരുന്നതായിട്ടുള്ള എലാം ജനത ലോകത്തിൽ ആദ്യമായിട്ട് ചെമ്പ് കണ്ടുപിടിച്ചവരാണ്. ചെമ്പ് ഖനികളിൽ നിന്നിട്ട് ചെമ്പായുധങ്ങൾ ഉണ്ടാക്കി കാർഷിക വൃത്തിയോടുകൂടി ജീവിച്ചിരുന്നതായിട്ടുള്ള ഈ എലാമ്യരുടെ ഈ നഗരത്തെ, ഈ ഗ്രാമങ്ങളെ ചെമ്പുകൾ, ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മെസപ്പൊട്ടോമിയയിൽ നിന്നിട്ട് സൈനിക ശക്തികൾ വരികയും ഈ എലാമ്യരെ കീഴടക്കി അവിടെ നിന്നിട്ട് ചെമ്പായുധങ്ങളും മനുഷ്യരെയും ബന്ദികളാക്കി കൊണ്ടുപോയിരുന്നതായിട്ടുള്ള ചരിത്രമുണ്ട്. അന്ന് എലാമിൽ നിന്നിട്ട് പടിഞ്ഞാറുനിന്ന് വരുന്നതായിട്ടുള്ള മെസപ്പൊട്ടോമിയൻ ശക്തികളെ നേരിടുന്നതിന് കഴിയാതെ അവർ കിഴക്കോട്ട് സഞ്ചരിക്കും. നിരന്തരമായിട്ടുള്ള ഈ യാത്രകളിൽ അങ്ങനെ എലാമ്യരാണ് ആദ്യമായിട്ട് മക്രാൻ കഴിഞ്ഞ് സിന്ധു നദീതടത്തിൽ ബലൂചിസ്ഥാൻ മലനിരകളിൽ അതിൻ്റെ താഴ്വരയിൽ എത്തിച്ചേർന്നതായിട്ടുള്ള സിന്ധു നദീതടത്തിലേക്കുള്ള ആദ്യത്തെ കുടിയേറ്റ ജനത എലാമ്യരാണ്. ബെൻസറെ, കുടിയേറ്റത്തിന്റെ പല കാരണങ്ങൾ പറഞ്ഞു ഇവിടെ. ഓക്കെ, ദാരിദ്ര്യം കൊണ്ട്, വിശ്വാസ സംരക്ഷണത്തിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അങ്ങനെ പല കാരണങ്ങൾ, ഇതിനൊരു സമ്മർദ്ദം എപ്പോഴും ഉണ്ടാകും. അപ്പം നമ്മളിവിടെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ബാധിക്കുന്ന ഈ കുടിയേറ്റം നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ജനങ്ങൾ ഈ കേരളത്തിൽ വന്ന ആ ഘട്ടത്തെക്കുറിച്ച് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അവരെന്തിനും ഇവിടെ വരേണ്ടി വന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ വിലയിരുത്തേണ്ടി വരുമല്ലോ. ആ യുദ്ധ കാലഘട്ടം, വലിയ കുടുംബം, മക്കൾ കുറേ അധികം, അറിയാവുന്ന ഏക തൊഴിൽ കൃഷി. അപ്പം മണ്ണ് ഇവിടെ കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ വില കുറച്ച് കിട്ടും, അധ്വാനിക്കാൻ ആളുണ്ട്, അങ്ങനെ ഒരു കുടിയേറ്റം വരികയാണ്. അങ്ങനെ വരുന്ന ഇവർക്ക് കിട്ടിയ മണ്ണ്, ഞാൻ അറിഞ്ഞിടത്തോളം ഇവർ പല ചരിത്രങ്ങൾ നോക്കുമ്പോൾ മരങ്ങൾ വെട്ടി മാറ്റിയ, വിലപിടിപ്പുള്ള മരങ്ങളെല്ലാം വെട്ടി എടുത്ത് പാഴായിട്ടുള്ള കുറേ മരങ്ങൾ മാത്രമുള്ള ഭൂമിയാണ് ഈ ഈ ജന്മിയുടെ ജന്മി എന്നുള്ള ഇടജന്മിമാരിൽ നിന്നും പാട്ടത്തിനെടുത്ത പാട്ടക്കുടിയന്മാരായിട്ട് നമ്മുടെ കർഷകരുടെ വരുന്നത്. മാധ്യമം പത്രത്തിന് എഡിറ്ററായ അബ്ദുള്ള ഒരിക്കൽ പറയുണ്ടായി, അദ്ദേഹം കുടിയേറ്റക്കാരനല്ല, അദ്ദേഹം ചേന്ദമംഗലൂർക്കാരൻ. അദ്ദേഹം പറയുണ്ടായി, കുടിയേറ്റം നടന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ മലയോര മേഖലയിലെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി പ്രദേശം വെറും പാഴായി കിടക്കുമായിരുന്നു. ആ മണ്ണിലാണ് കർഷകർ അധ്വാനം കൊണ്ട് അവർ വാണിജ്യ വിളകളും ഭക്ഷ്യവിളകളും കൃഷി ചെയ്തത്. കോഴിക്കോട് നഗരത്തിൽ പാണ്ഡികശാലകൾ തുറന്നു. മലയോര കർഷകരുടെ പാണ്ഡികശാലകൾ കോഴിക്കോട്ടുണ്ടായിരുന്നു.
ഈ മരങ്ങൾ വെട്ടിമാറ്റിയ മരങ്ങൾ കൊണ്ടാണ്, ചാലിയാറ് കൂടെ വന്ന മരങ്ങൾ കൊണ്ടാണ് കല്ലായി ലോകത്തിലെ രണ്ടാമത്തെ തടി വ്യവസായ കേന്ദ്രമാക്കിയത്. അപ്പം ഈ മരങ്ങൾ വെട്ടിമാറ്റിയത് കർഷകരാണെന്നുള്ളത് സത്യമല്ല. ഈ ഭൂമിയെ വീണ്ടും പച്ച പിടിപ്പിച്ച, അവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കിയ, സസ്യാവരണം ഉണ്ടാക്കിയ ഒരു ജനതയാണ് അവർ. അപ്പം ആ ജനതയുടെ അവരുടെ സംഭാവനയെ നമ്മൾ വില കുറച്ച് കാണുക. അവർ എപ്പോഴും പറയും, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, കർഷകരുടെ റോള് ഈ ഭൂമിയെ ഹരിതാഭമാക്കി നിലനിർത്തുവാൻ വേണ്ടി ഈ മണ്ണിൽ കയ്യാലകൾ കെട്ടിക്കൊണ്ട് മണ്ണൊലിപ്പ് തടഞ്ഞുകൊണ്ടാണ് കർഷകരിവിടെ കൃഷി ചെയ്തത്. അവർ മണ്ണ് പോകാൻ അനുവദിച്ചില്ല, കാരണം മണ്ണിൻ്റെ ഫലഭൂഷ്ഠത പോകുന്നുണ്ട്. കയ്യാല കെട്ടി, അതുപോലെ അവർ ഈ നാട്ടിൽ റോഡ് നിർമ്മിച്ചു, സ്കൂളുകൾ, കോളേജുകൾ സ്ഥാപിച്ചു. ഇതൊന്നും ഗവൺമെൻറ് സഹായം കൊണ്ടല്ല. ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് ആനക്കാംപൊയിൽ വെള്ള റോഡിലുള്ള എല്ലാ പാലങ്ങളും, ബസ് കടന്നു പോകുന്ന എല്ലാ പാലങ്ങളും നിർമ്മിച്ചത് അവിടുത്തെ ജനങ്ങളാണ്. അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ഇടവക വൈദികരാണ്. അവരാണ് നേതൃത്വം കൊടുത്തത്. ജനങ്ങൾ അധ്വാനിച്ച് അവർ ശ്രമദാനമായിട്ടൊക്കെയാണ് ആ പാലങ്ങൾ പണിത് കൊടുത്തത്. അവിടെ ഇപ്പോൾ മലയോര ഹൈവേ വരുന്നുണ്ട്. ആ മലയോര ഹൈവേക്ക് സ്ഥലം വെറുതെ വിട്ടുകൊടുത്ത, ഒരു രൂപ പോലും വാങ്ങാതെ ജനങ്ങൾ സ്വമേധയാ സ്ഥലം വിട്ടുകൊടുത്തതാണ്. ഇവിടെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് റോഡ് ഒന്ന് വികസിപ്പിക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. കാരണം ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, വില കൊടുത്താൽ ആൾക്കാർ വിട്ടുകൊടുക്കുന്നില്ല, കേസുകൾ വരുന്നു. അപ്പോഴാണ് ഈ കർഷകർ, പണ്ട് പാലങ്ങളും റോഡുകളും നിർമ്മിച്ച കർഷകർ തന്നെ ഇപ്പോൾ അവർ മലയോര ഹൈവേ വരുമ്പോൾ നല്ല റോഡ് ഉണ്ടാകട്ടെ, നാട് നന്നാകട്ടെ എന്നുള്ള വിചാരത്തിൽ കൊടുക്കുന്നത്. അപ്പം അവരുടെ സൗമനസ്യത്തെ, അതിനുള്ള വില കിട്ടുന്നില്ലെന്നുള്ളതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വയനാട്ടിൽ ബെൻഹറിനറിയാം. വയനാട് നിർമ്മിച്ച അന്നത്തെ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണല്ലോ ബെൻഹർ, നിങ്ങൾ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ വയനാട്, മലമ്പനി കൊണ്ട് ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു വയനാട്, പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായ, മരുന്നുകളില്ലാത്ത കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് എനിക്ക് കരുതാം. അതിനെക്കുറിച്ചുള്ള കേൾക്കാൻ താല്പര്യമുണ്ട്. അല്ല, കുടിയേറ്റത്തിൽ വയനാട്ടിലേക്ക് കുടിയേറിയിട്ടുള്ള ജനതകളുടെ ഒരു ചരിത്രം, ആധുനിക കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രമാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജോർജ്. 50കൾക്ക് ശേഷമുള്ളത്. പക്ഷെ 50-ന് മുമ്പും വയനാടുണ്ടായിരുന്നു. 50-ന് മുമ്പും വയനാട്ടിൽ റോഡുകളുണ്ടായിരുന്നു. 50-ന് മുമ്പും വയനാട്ടിൽ ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങളും കുടിയേറ്റക്കാരാണ്. വയനാട്ടിലെ ആദ്യമായിട്ടുള്ള റോഡുകൾ നിർമ്മിച്ചത്, വെട്ടിയുണ്ടാക്കിയത് വയനാട്ടിലേക്ക് കുടിയേറിയിട്ടുള്ള ബെൽഗാമിൽ നിന്ന് എത്തിയിട്ടുള്ള ജൈന കൗണ്ടന്മാരായിരുന്നു. നമ്മൾ പ്രസിദ്ധനായിട്ടുള്ള വീരേന്ദ്രകുമാറിൻ്റെ മുത്തച്ഛനായിട്ടുള്ള കൃഷ്ണകൗണ്ടൻ്റെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ ഇന്നിപ്പോൾ കാണുന്നതായിട്ടുള്ള പല റോഡുകളും പണ്ടത്തെ കാളവണ്ടി വഴികളായിട്ട് രൂപാന്തരപ്പെട്ടത്. അന്ന് അവരും റോഡുകൾ വെട്ടി, അന്ന് അവരും സ്കൂളുകൾ ഉണ്ടാക്കി, അന്ന് അവരും ആസ്പത്രിയുടേതായിട്ടുള്ള ഭാഗമുണ്ടാക്കി. അത് ജൈന കൗണ്ടന്മാർ, പ്രമുഖരും ഭൂവുടമകളും ധനാഢ്യരും ധനശക്തിയും ഉള്ളൊരു ജനതയായിരുന്നുകൊണ്ട് അവരത് ചെയ്തു. അതിനുശേഷമാണ് തിരുവിതാംകൂറിൽ നിന്നിട്ട്, വിശേഷിച്ചും പാലാ, മീനച്ചിൽ, മൂവാറ്റുപുഴ, കോതമംഗലം പ്രദേശങ്ങളിൽ നിന്നിട്ടുള്ള കുടിയേറ്റം 1950-കളിൽ, 40-കളിലും 50-കളിലും അവിടെ എത്തിച്ചേരുന്നത്. ഈ 49-50-കളിൽ ചെന്ന് ചേർന്നതായിട്ടുള്ള ഒരിടത്തരം കർഷക കുടുംബത്തിൽ പിറന്നവനാണ് ഞാൻ. എനിക്കന്ന് പഠിക്കുവാൻ കിട്ടിയത് ഒരു ആദിവാസി സ്കൂളാണ്. സെർവ് ഇന്ത്യ ആദിവാസി LP സ്കൂൾ, SALP സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ആദിവാസി സ്കൂളിലാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം നടന്നത്. അത് 1.5 മൈലോളം ചെളിയുള്ള റൂട്ടിൽ കൂടി നടന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെയുള്ളതായിട്ടുള്ള കുടുംബക്കാരുടെ കുടിയേറ്റത്തിൽ സുപ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വിളവ് മനസ്സിലാക്കേണ്ടതായിരിക്കും. അന്ന് പുൽത്തൈലമാണ്. പുല്ലരി മണ്ണിലിട്ട് കഴിഞ്ഞാൽ 40 ദിവസം കൊണ്ട് ആദായം കിട്ടാവുന്നതായിട്ടുള്ള ഒരു കൃഷി. 40 ദിവസത്തിനുള്ളിൽ ആദായം കിട്ടുന്ന ഏക കൃഷി പുൽത്തൈല കൃഷിയായിരുന്നു.
40-ാം ദിവസം ഈ പുല്ല് അരിഞ്ഞ് ചെമ്പിലിട്ട് വാറ്റി തൈലമുണ്ടാക്കി ആ തൈലം അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാൽ കിട്ടാവുന്നതാണ്. 6 മാസത്തിൻ്റെ ഉള്ളിൽ ആദായം കിട്ടുന്ന മറ്റൊരു കൃഷിയും ആ കാലത്തുണ്ടായില്ല. കപ്പ നട്ടാലും ചേന നട്ടാലും നമുക്ക് 6 മാസം കഴിയണം ഇതിൻ്റെ ആദായം കിട്ടുന്നത്. ഇങ്ങനെ പുൽത്തൈല കൃഷിയാണ് വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ആദ്യത്തെ വരുമാന മാർഗമായിട്ട്. പിന്നീടാണ് കാപ്പി, കുരുമുളക് പോലെയുള്ള കൃഷികളും വയലുകൾ വെട്ടിനിരത്തിക്കൊണ്ട് കൊല്ലിപ്രദേശങ്ങൾ വെട്ടിനിരത്തിക്കൊണ്ട് വയലുകൾ ഉണ്ടാക്കുകയും അവിടെ ഒരുപാട് മലമേഖലകളിൽ കുന്നുകളിൽ കറുത്തനും പൊന്നരിമാലയും വിതയ്ക്കുകയും വയലിൽ തൊണ്ടിയും പാൽത്തൊണ്ടിയും തവളക്കണ്ണൻ വിത്തും വിതച്ചുകൊണ്ട് കല്ലടിയാരനും വിതച്ചുകൊണ്ടും നാട്ടിക്കൊണ്ടും കൃഷി ചെയ്തിരുന്നതായിട്ടുള്ള ജനത. ഇതൊരു കുടിയേറ്റത്തിൻ്റെ കഥയാണ്. അന്ന് ആ കുടിയേറ്റ കാലഘട്ടത്തിൽ വയനാട്ടിലുണ്ടാക്കിയിട്ടുള്ള കപ്പയും വയനാട്ടിലുണ്ടാക്കിയിട്ടുള്ള ചേനയും ഇവിടെ കോഴിക്കോട് അങ്ങാട്ടിൽ നിന്ന് സുപ്രസിദ്ധമായിട്ടുള്ള ഒരു ചേനസ്വാമിയുടെ കഥ നമുക്ക് വേണമെങ്കിൽ കോഴിക്കോട്ട് നിന്ന് പറയാം. അവിടെ ഒരു ചേന മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ സംഭാവനയാണ്, കൃഷിക്കാരൻ്റെ സംഭാവനയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റത്തിൻ്റെ പ്രതിഫലനമായിട്ട് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യയെക്കുറിച്ചിട്ട് വായിക്കുന്നു. വിഷകന്യയൊക്കെ നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ കുടിയേറ്റത്തിൻ്റെ ചരിത്രം ആഴത്തിലും വിശാലതയിലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനത് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ലോക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് കുടിയേറ്റ ജനതയുടെ ചരിത്രമാണ്. ആ കുടിയേറ്റത്തിൻ്റെ ഒരു ആമുഖം ഞാൻ പറഞ്ഞതാണ് എബ്രഹാം പിതാവിൻ്റെ കുടിയേറ്റം. ഇത് മിത്താനിയാര്യന്മാർ ഇറാഖിൽ നിന്ന് മേദ്യയിൽ നിന്നിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ശ്രീരാമഗോത്രത്തിൻ്റെ അതൊരു കുടിയേറ്റ ചരിത്രമാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യക വളരെ പ്രശസ്തമായ ഒരു നോവലാണ്. വയനാട്ടിലേക്കുള്ള കുടിയേറ്റമാണ് കൂടുതൽ നടന്നത്. കാരണം വയനാട് നിന്ന് റോഡുണ്ട്. കോഴിക്കോട് നിന്ന് വയനാട് മൈസൂർ റോഡുള്ളത് കൊണ്ട് ജനങ്ങളൊക്കെ ആദ്യം കുടിയേറിയത് വയനാട്ടിലാണ്. മലമ്പനി പിടിച്ച് ഏറ്റവും കൂടുതൽ മരിച്ചതും വയനാട്ടിലാണ്. അത് കണ്ടുകൊണ്ട് എസ്.കെ. പൊറ്റക്കാട് ഒരിക്കൽ സംഭാഷണ മധ്യേ പറയുകയുണ്ടായി. അദ്ദേഹം ഞാൻ ജോലി ചെയ്യുന്ന മനോരമ ഓഫീസിൻ്റെ ബ്യൂറോയിൽ ഇടയ്ക്ക് കയറി വരും, പാളയത്തുള്ള ഓഫീസിൽ. അപ്പം ഞാൻ വിഷകന്യയെ കൂടെ സംസാരിച്ച് പറഞ്ഞു, അന്ന് ജനങ്ങൾ ആ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പുറപ്പെടുന്ന മലബാർ എക്സ്പ്രസ്സിൽ കയറി അവിടുന്ന് പാലായിൽ നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ വാനിലെല്ലാം കയറി ആലുവയിൽ വന്ന് അവിടുന്ന് ആ ട്രെയിനിൽ കയറി അവർ വന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അന്നത്തെ ആൾക്കാർ ആയുധങ്ങളും തൂമ്പയും മറ്റേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അവർ അങ്ങനെ വന്നിറങ്ങി ഇന്നത്തെ കോർണേഷൻ ലോഡ്ജ് അവരുടെ താവളം. കോർണേഷൻ ലോഡ്ജ് എന്ന് പറയുന്നത് ഇന്നത്തെ ദീവാർ ഹോട്ടൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആ വളവ് തിരിയുന്ന കൊയ്റ്റ് റോഡിലേക്ക് തിരിയുന്ന അവിടെയാണ് അവരുടെ താമസം. എന്നിട്ടാണ് ഇവർ ബസ്സിൽ ബുക്ക് ചെയ്ത് വയനാട്ടിലേക്കും അമ്പലവയലിലേക്കും തിരുവമ്പാടിയിലേക്കും കൂരാച്ചുണ്ടിലേക്കൊക്കെ പോകുന്ന വല്ലപ്പോഴുള്ള ബസ്സിൽ കയറി അവർ പോകുന്ന പോക്ക്. പുഴ പാലമില്ലാത്താൽ അവിടുന്ന് പിന്നെ നടക്കണം, 10-15 കിലോമീറ്റർ നടന്നിട്ട് ഈ ഭൂമിയിലേക്ക് പോകുന്ന ആൾക്കാരെ കണ്ട അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ വന്ന മനുഷ്യർ അവിടെ കിടന്ന്, അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥ പായെല്ലാം കൊടുക്കുക, പായൽ കിടന്ന് ഉറങ്ങി എല്ലാവരും കൂടി അങ്ങനെ പോവുകയാണ്. ആണും പെണ്ണും കുട്ടികളും അടങ്ങിയ ഒരു സംഘം. യാതൊന്നുമില്ല, കുറച്ച് ഭൂമി 2, 3, 5, 10 ഏക്കറൊക്കെ ഭൂമി വാങ്ങിയിട്ട് പോയിട്ട് അവിടെ നിന്ന് ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് മരിക്കുന്നതിൻ്റെ കഥകളാണ് അദ്ദേഹം വിഷകന്യകയെ പറയുന്നത്. ആ അന്തോണിയുടെ കുടുംബം അവിടെ പോയിട്ട് എല്ലാ പ്രതീക്ഷിച്ച് 940-കളിൽ അദ്ദേഹം കണ്ട കഥകളാണ് പറയുന്നത്. അവസാനം അതിൻ്റെ അകത്തൊരു വാക്കുണ്ട് ഇങ്ങനെ: ആലിംഗനം ചെയ്യുന്നവരെ വിഷമേൽപ്പിച്ച് കൊല്ലുന്ന ഈ വിഷകന്യക ഇനിയും ആയിരക്കണക്കിന് ആളുകളെ വശീകരിക്കും എന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും മരിക്കുകയും ധാർമ്മികമായിട്ട് തകരുകയും ചെയ്ത അന്തോണിയുടെ കുടുംബം തിരിച്ചു പോകുന്ന കഥയാണ് അദ്ദേഹം വിഷകന്യകയിൽ എഴുതിയത്. അത് ശരിക്കും അന്നത്തെ മലയോര പ്രദേശങ്ങളിലെ സ്ഥിതിയായിരുന്നു. മരുന്നില്ല,
ആരും സഹായിക്കാനില്ല. ആത്മവിശ്വാസവും ദൈവവിശ്വാസവും കൊണ്ട് മാത്രം ജീവിച്ച ഒരു ജനത. അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പഴയ കാര്യമല്ല, ഇത് 80കളിൽ ഞാൻ സംസാരിച്ച് പറഞ്ഞിരുന്നു, ആ പ്രദേശമൊക്കെ മാറിപ്പോയി. നമുക്ക് അപ്പം പറഞ്ഞു അദ്ദേഹം, വിഷകന്യക എന്നുള്ളത് അല്ല ഇപ്പം നാട്, നല്ല സമ്പൽ സമൃദ്ധമായി സ്കൂളുകളും സൗകര്യങ്ങളും ആശുപത്രികളൊക്കെയായി. അദ്ദേഹം പറഞ്ഞ അന്നേരം വീരകന്യക എന്നൊരു നോവൽ എഴുതാം. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചോ പറഞ്ഞു, വിഷകന്യകയല്ല വീരകന്യക. പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് മരിച്ചുപോയി. ആ വയനാട് മാറി, മലയോരങ്ങൾ മാറി, ഒരുപാട് സൗകര്യങ്ങളുണ്ടായി, ഒരുപാട് സ്കൂളുകളും സ്ഥാപനങ്ങളുണ്ടായി. ഞാനൊരു അതിൻ്റെ കണക്ക് ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ, ഈ പറയുന്ന പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ 150ഓളം LP സ്കൂളുകൾ കുടിയേറ്റ ജനത അവരുടെ തന്നെ അധ്വാനം കൊണ്ടാണ്. സ്കൂൾ അനുവദിച്ച് കിട്ടി, പക്ഷേ കെട്ടിടം, സ്ഥലം എല്ലാം കൊടുത്തത് കുടിയേറ്റ ജനത. ആ 150 സ്കൂളിൽ 30 സ്കൂള് കോഴിക്കോട് ജില്ലയിലുണ്ട്, 35 സ്കൂള് വയനാട് ജില്ലയിൽ, 56 LP സ്കൂള് കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിലുമായിട്ടുണ്ട്. അത്രയും സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവർ. 124 UP സ്കൂള്, 130 ഹൈസ്കൂൾ, 47 ഹയർ സെക്കൻഡറി സ്കൂൾ, 15 കോളേജ്. ഇതൊക്കെ ആ പറയുന്ന ആ മലമ്പനി കൊണ്ട് കഷ്ടപ്പെട്ട ആ ജനതയുടെ പിൽത്തലമുറ സൃഷ്ടിച്ചെടുത്ത സംഭവമാണ് ആ സംഭവം ഇതൊക്കെ. അപ്പം അങ്ങനെ ഒരു കാലത്തുനിന്ന് ഈ വിഷകന്യകയിൽ നിന്ന് മാറി ഈ ഭൂമിക്ക് ഒരു മാറ്റം വരുത്താൻ സാധിച്ചു എന്നുള്ള ഞാൻ പറഞ്ഞത്. ഇവിടെ ബൻഹർ പറയുകയുണ്ടായി, ഈ പുൽത്തൈലമാണ് ആദ്യം പെട്ടെന്ന് വിളവ് കിട്ടുന്നത്. അവിടെ പിന്നെ മരച്ചീനി നട്ടു, നെല്ല് കൃഷി ചെയ്തു, കുരുമുളക് കൃഷി ചെയ്യുന്നു, അത് കഴിഞ്ഞ് തെങ്ങ് വെക്കുന്നു, അത് കഴിഞ്ഞ് റബ്ബർ വെക്കുന്നു. അങ്ങനെ ഒരു ക്രമാനുഗതമായ വളർച്ച, സാമ്പത്തിക വളർച്ചയുണ്ടായി. ഇതൊരു നേരത്തെ ബൻഹർ പലതവണ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസവും ആത്മവിശ്വാസവും ധൈര്യവും ഒരു നേതൃത്വവും എല്ലാത്തിൻ്റെ ഉള്ള ഗുണമാണ് ഉണ്ടായതെന്ന്. ആ വിശ്വാസം പിതാവായ അബ്രഹാത്തിൻ്റെ കാലത്തെ പോലൊരു വിശ്വാസമായിരുന്നു. ആ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവീര്യം, അതാണ് കുടിയേറ്റ ജനത അന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു സംഗതി. ആ വിഷകന്യകയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് ഒറോദ എന്ന് പറഞ്ഞൊരു നോവല്, കാക്കനാടൻ്റെ നോവല്, ചെമ്പേരിയിൽ ഒറോദ എന്ന് പറയുന്ന ഒരു സ്ത്രീ, വിധവയായ സ്ത്രീ, ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്ന ഒരു സ്ത്രീയുടെ വീരോചിതമായ നിലനിൽപ്പുള്ള ഒരു പോരാട്ടം, അതാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ജനതയാണ് ഈ കുടിയേറ്റത്തിൽ. കാരണം ഇവർ അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പം നമ്മുടെ കായിക മേഖല എടുത്തു കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ വാർത്ത വരുമ്പോൾ അറിയാം, ഇക്കൊല്ലം കോഴിക്കോട് ജില്ലയിൽ ചാമ്പ്യന്മാർ പുല്ലൂരാമ്പാറ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, 2ാം സ്ഥാനം കുളത്തുവയൽ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് കായിക താരങ്ങളെ ഈ മലയോര പ്രദേശത്ത് ഓടിയും ചാടിയും നടക്കുന്നതുകൊണ്ടാകാം കുട്ടികൾക്ക് കഴിവ്. അങ്ങനെ കായിക മേഖലയിൽ ജിമ്മി ജോർജിൻ്റെ കുടുംബം, കൊടക്കച്ചിറ കുടുംബം, പേരാവൂര്, ജിമ്മി ജോർജ്, ജോസ് ജോർജ്, സെബാസ്റ്റ്യൻ, മാത്യു തുടങ്ങിയ ആ വോളിബോൾ താരങ്ങൾ, ആ MD വത്സമ്മയെ പോലുള്ള കായിക താരങ്ങൾ, അപർണ റോയെ പോലുള്ള താരങ്ങൾ. അപ്പം കായിക മേഖലയിൽ, വിദ്യാഭ്യാസത്തിൽ എല്ലാം ഒരു ക്വാളിറ്റി കൊണ്ടുവരുവാൻ ഇവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മറന്നുകൊണ്ട് ഒരു ജനതയുടെ സ്വന്തമായി ഇച്ഛാശക്തിയിൽ നിന്ന് അധ്വാനിച്ച് വന്ന ഒരു ജനതയുടെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വർഗീസ് സാറ് ഒരു കവിയാണ്, അദ്ദേഹം അധ്യാപകനായിരുന്നു, വിരമിച്ച അധ്യാപകനാണ്. അദ്ദേഹം ഇപ്പോഴും സാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വർഗീസ് സാറിൻ്റെ അനുഭവത്തിൽ, സാറും ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ചവനാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾക്ക് അന്നത്തെ ആ ജനത കൊടുത്ത വില, അല്ലെങ്കിൽ അതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. സാർ ജോർജ്, താങ്ക്സ് പറയും. പ്രിയപ്പെട്ടവരെ, മലബാർ കുടിയേറ്റത്തെ പറ്റി, അതും 1920-കളിലാണ് മലബാറിലേക്ക് ഏതാണ്ട് കുടിയേറ്റം തുടങ്ങുന്നത്. 1920, 26 ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പറയുന്നെങ്കിലും 20ഓടുകൂടി കുടിയേറ്റമായിട്ടുണ്ട്. ആ കുടിയേറ്റം 100 വർഷമാകാൻ പോവുകയാണ്. ഐതിഹാസികമായ ഈ കുടിയേറ്റത്തെ പറ്റി കോഴിക്കോടുള്ള വലിയ സംരംഭങ്ങളിലൊക്കെ ഒരു സെമിനാർ സംഘടിപ്പിക്കണമെന്നുള്ള ആശയം ഞാൻ പറയുകയുണ്ടായി.
ഒറ്റ ഒരുത്തരും അത് തിരിഞ്ഞു നോക്കിയില്ല. ഞാനും ശ്രീ കെ എഫ് ജോർജ് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. ഞങ്ങളിത് പല സംരംഭങ്ങളിലും ഇത് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം മലയാള മനോരമ ഇതുപോലൊരു അവസരം ഉണ്ടാക്കിയതിന് മനോരമയെ ഞാൻ ചുംബിക്കുകയും എൻ്റെ എല്ലാ അഭിവാദനങ്ങളും മനോരമയ്ക്ക് നേരുകയും ചെയ്യുന്നു. 1920-കളിൽ രണ്ടാം ലോക മഹായുദ്ധം ചവിട്ടി പിച്ചി ചിന്തി ദാരിദ്ര്യത്തിൽ പിടിച്ച തിരുവിതാംകൂർ ജനത തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മണ്ണ് തേടി മലബാറിലേക്ക് വന്ന ഐതിഹാസികമായ ചരിത്രമാണ് മലബാർ കുടിയേറ്റത്തിൻ്റെ ചരിത്രം. ആ മലബാർ കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തെ പറ്റി 4 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ കോഴിക്കോട് പോലുള്ള നഗരപ്രദേശങ്ങളിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ കുടിയേറ്റക്കാർക്കെതിരെ ഉന്നയിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, കുടിയേറ്റക്കാർ കയ്യേറ്റക്കാരാണ്. 2, കുടിയേറ്റക്കാരാണ് പരിസ്ഥിതി ഘാതകരാണ്. 3, കുടിയേറ്റക്കാർ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്തവരാണ്. ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ കേരളത്തിലെ ബുദ്ധിജീവികളെന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് സത്യമല്ല. ചരിത്രപരമായി നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്ന് മനസ്സിലാകുന്നതാണ്. ഒന്നാമത്, മരം വെട്ടി, വലിയ വനം വെട്ടി ആ വനത്തിനടിയിലുള്ള അടിക്കാടുകൾ വളർന്ന് ആ അടിക്കാടുകളുള്ള ഭൂമി ജന്മിമാരിൽ നിന്നും അവരധികാരപ്പെടുത്തിയിട്ടുള്ള ആളുകളിൽ നിന്നും വില കൊടുത്ത് മേടിച്ച് ആണ് കുടിയേറ്റക്കാര് സ്ഥലം മേടിച്ചത്. ആ വില കൊടുത്ത് മേടിച്ച കുടിയേറ്റ ഭൂമിയിൽ അവർ തങ്ങളുടെ ജീവിതവും തങ്ങളുടെ മനസ്സും തങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും ത്യാഗം സഹിച്ചുകൊണ്ട്, മഹാത്യാഗം സഹിച്ചുകൊണ്ട് നേടിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നേട്ടങ്ങൾ മുഴുവൻ. അപ്പം യഥാർത്ഥത്തിൽ വില കൊടുത്ത് ജന്മിമാരിൽ നിന്ന് ഭൂമി മേടിച്ച ആളുകൾ കയ്യേറ്റക്കാരാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇതുവരെ എന്ന് പറയുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മലബാർ കുടിയേറ്റം ചരിത്രം വർത്തമാനം പറയുന്ന ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുന്നതിൽ മുന്നിൽ നിന്നയാളാണ് ഞാൻ. നമ്മുടെ കെ എഫ് ജോർജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലേഖനം അതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, കുടിയേറ്റക്കാരെ സ്ഥലം വിലയ്ക്ക് മേടിച്ചിട്ട് അധ്വാനിച്ച് അവിടെ ഒന്നാമത് വലിയ മരങ്ങളൊന്നും മുറിക്കുന്നതിന് കുടിയേറ്റക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവര് തങ്ങളുടെ അധ്വാനം ആദ്യം നെല്ലും കപ്പയും വിശപ്പിനുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനുശേഷം നാണ്യവിളകളും സ്ഥിരമായ വിളകളുമൊക്കെ അവർ നെയ്തുണ്ടാക്കി. അപ്പോൾ അങ്ങനെ കുടിയേറ്റക്കാര് കയ്യേറ്റക്കാരാണെന്ന് പറയുന്നതിന് യാതൊരു ചരിത്രപരമായ വസ്തുതയുമില്ല. രണ്ടാമത്തത്, കുടിയേറ്റക്കാരാണ് പരിസ്ഥിതി ഘാതകർ. യഥാർത്ഥം പറഞ്ഞാൽ ഒരു മരം വെട്ടിയാൽ 4 മരം വെച്ചുപിടിപ്പിക്കുന്നവരാണ് കുടിയേറ്റക്കാർ. നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെയുള്ള പശ്ചിമഘട്ടത്തിലെ എല്ലാ മലയോരങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് നിത്യഹരിതമായ വനങ്ങളുടെയും നിത്യഹരിതമായ കൃഷിസ്ഥലങ്ങളുടെയും ഒരു വലിയ മേച്ചിൽ ഭൂമിയാണ്. ആ മേച്ചിൽ ഭൂമി ഉണ്ടാക്കിയത് അധ്വാനശീലരായ ഈ കൃഷീവലർ തന്നെയാണ്. ആ കൃഷീവർ ഈ പരിസ്ഥിതി ഘാതകർ എന്ന് പറയുന്നത് എങ്ങനെ, ഒറ്റ മരം വെക്കാത്തവരാണ്, ഒറ്റ തെങ്ങ് കുഴിച്ചു വെക്കാത്തവരാണ്, ഒറ്റ കടപ്ലാവ് കുഴിച്ചു വെക്കാത്തവരാണ്. അവരാണ് പറയുന്ന പുസ്തകജ്ഞാനവും കൊണ്ട് ചോരയുള്ള മനുഷ്യനെ മാടിനെ പോലെ അടക്കുന്നു ഞാനാം പാതാള ഭൈരവനെന്ന് നമ്മുടെ പ്രശസ്തനായ ഒരു കവി എഴുതിയിട്ടുണ്ട്. പുസ്തകജ്ഞാനവും കൊണ്ട് ചോരയുള്ള മനുഷ്യനെ മാടിനെ പോലെ അറക്കുന്നു ഞാനാം പാതാള ഭൈരവൻ എന്ന് പറഞ്ഞതുപോലെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കുടിയേറ്റക്കാർ പരിസ്ഥിതി ഘാതകരാണെന്നാണ്. കെ പാനൂരിനെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ ആശയം ഉന്നയിക്കുന്നത്. മൂന്നാമത്തത്, ഏറ്റവും പ്രമാദമായതും ഏറ്റവും എന്താ പറയാവുന്ന അപലക്ഷണം കെട്ടതുമായ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്, കുടിയേറ്റക്കാര ആദിവാസികളെ ചൂഷണം ചെയ്ത് കുടിയേറ്റക്കാരാണെന്ന്. അത് ചരിത്രപരമായി കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം, 1920 ആ സ്ഥാനത്ത്
വന്ന കുടിയേറ്റക്കാർ, വയനാട്ടിലേക്കും മറ്റിടത്തേക്കും ഒക്കെ വന്ന കുടിയേറ്റക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ആദിവാസികൾ കേരളത്തിൽ അടിമകളായിരുന്നു. വില്യം ലോഗന്റെയൊക്കെ പഠനങ്ങളിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, വനാവകാശ നിയമം വന്ന് ബ്രിട്ടീഷുകാരും ആ ബ്രിട്ടീഷുകാരൊക്കെ മൂടിയിരിക്കുന്ന അല്ലെ അവരുടെ സഹായികളായ ഹിന്ദു ജന്മിമാരും ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസികളെ വെറും വിപണന സാധനങ്ങളായി കണക്കാക്കിയിരുന്നു. വില്യം ലോഗൻ പ്രത്യേകം പറയുന്നുണ്ട്, ആദിവാസികൾക്ക് സ്ഥിരമായി ജീവിക്കുന്നതിനുള്ള ഭൂമി അവരുടെ പേരിൽ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അവരെ ഏൽപ്പിച്ചാൽ മാത്രമേ ഈ ആദിവാസികൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടൂ. 1920 മുമ്പ് 50-100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ ഹിന്ദു ജന്മിമാരുടെ കീഴിൽ ഈ ആദിവാസികൾ അടിമകളായിരുന്നു. 1965 മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുറച്ച് നാൾ എനിക്ക് ജോലി ചെയ്യാൻ അവസരമുണ്ടായി. അന്ന് വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഉത്സവത്തിന് ഞാൻ പോയി. അവിടെ നമ്മുടെ ആദിവാസി സഹോദരങ്ങളെ നമ്മൾ ഈ കാളച്ചന്തയിൽ കാളകളെ വിൽക്കാൻ കൊണ്ടുവന്ന പോലെ ഇതുങ്ങളെ ഇങ്ങനെ ക്യൂ നിർത്തിയിരിക്കുകയാണ്. അതുങ്ങൾക്ക് ചലനമില്ല, അതുങ്ങൾക്ക് സംസാരമില്ല, അതുങ്ങൾ ഒരു മനഃപാവകളെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതിൽ നിന്ന് ആദിവാസികളെ മനുഷ്യരാക്കി എടുത്തത് ഈ കുടിയേറ്റക്കാരാണ്. അതിന് പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, കുടിയേറ്റക്കാർ ഇവിടെ വന്ന് ആദിവാസികളെ അവരുടെ ഭൂമിയിൽ അവരോടൊപ്പം പണിയെടുക്കുവാൻ കൂട്ടിയെന്നു മാത്രമല്ല അവർക്ക് അവരുടെ മക്കളോടും അവരുടെ സഹോദരങ്ങളോടും ഒപ്പം ഭക്ഷണം കൊടുക്കുകയും അവരെ സഹോദരങ്ങളെ പോലെ, പണ്ട് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ സഹോദരന്മാരെന്ന് വിളിച്ചതുപോലെ ഈ ആദിവാസി സഹോദരങ്ങളെ മനുഷ്യരാക്കി എന്നു മാത്രമല്ല അവരുടെ പള്ളിക്കൂടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അവരുടെ മക്കളോടൊപ്പം ആദിവാസികളെ ചേർക്കുകയും പള്ളിക്കൂടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്ത് അങ്ങനെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മഹാകാശം സൃഷ്ടിച്ചവരാണ് കുടിയേറ്റക്കാർ. എന്നിട്ടും വർഗീസ് സാറ് പറഞ്ഞ ആരോപണം, അതായത് കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്നാണ് വർഗീസ് സാറ് പറഞ്ഞത്. വളരെ സത്യമാണത്. പക്ഷെ ഇപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് അതുപോലെയായി. കുടിയേറ്റ സ്ഥലത്ത് ഇപ്പോൾ കുടിയേറ്റക്കാർ കൂടി ഇറങ്ങുകയാണ്. പ്രധാന കാരണം അവരുടെ കൃഷി മൃഗങ്ങൾ ആക്രമിച്ച് മൃഗങ്ങളുടെ ഭക്ഷണമായി കൃഷി മാറി അവരെ മൃഗങ്ങൾ കൊല്ലുന്നു. വന്യമൃഗശല്യം ഉണ്ടായിട്ട് കൃഷിക്കാർ അവിടുന്ന് ഇറങ്ങുന്ന സ്ഥിതിയാണ്. 100 വർഷം, അവിടെ വർഗീസ് സാർ സൂചിപ്പിക്കണ്ടേ, 100 വർഷം 1926 തുടങ്ങിയിട്ട് ഇപ്പോൾ 24 2 വർഷം കൂടെ കഴിഞ്ഞാൽ 100 ആകും. അപ്പോൾ അതൊരു പഴയ കഥ എന്ന് പറഞ്ഞ പോലെ ഈ പഴയ കഥകളാണിത്. ഈ നാടിന് ഭക്ഷണം കൊടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ ജീവിക്കാൻ വയ്യാതെ മനുഷ്യൻ താഴെ സ്ഥലങ്ങളിലേക്ക് ജീവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ താമസിക്കണമെന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ കുടി ഇറക്കം എന്ന മട്ടിലേക്ക് ആയിരിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും ഒരു വിധത്തിലുള്ള ഈ മൃഗശല്യത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു നടപടികൾ പോലും ഇല്ലെന്നുള്ളതാണ് ദുഃഖകരം. അത് വരുമ്പോൾ വേറെ പല കാര്യങ്ങൾ, മറ്റു പല അജണ്ടകൾ വരികയും മൃഗസ്നേഹവും ഒക്കെ വന്ന് മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടണം, യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യൻ്റെ ജീവൻ പോകുമ്പോൾ, മനുഷ്യൻ്റെ ജീവിത മാർഗങ്ങൾ മുട്ടുന്ന അവസരത്തിൽ അതിന് പറ്റിയ നിലപാടുകൾ ഉണ്ടാകണ്ടേ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചോദ്യം കർഷകരിൽ നിന്ന് ഉയരുകയാണ്. ഇവിടെ വേറൊരു വിഷയമുണ്ട്. കുടിയേറ്റം മണ്ണിനും മനസ്സിന് പറ്റിയ മാറ്റമുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് ഒരു അധ്വാനശീലം, പലരും എന്നോട് പേരാമ്പ്രമുള്ള ഒരാൾ പറയുകയുണ്ടായി, നിങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ, പണ്ട് ചെറിയ സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു മാത്രം ജീവിച്ച ആൾക്കാർ കൃഷി ലാഭകരമായി ചെയ്യാൻ പഠിപ്പിച്ചത് നിങ്ങൾ ചേട്ടന്മാരാണ് എന്നൊരാൾ പറയുകയുണ്ടായി. അധ്വാനിച്ചാൽ അതിന് പണം കിട്ടും എന്ന് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ സാംസ്കാരിക രംഗത്തൊരു ഉണർവുണ്ടാക്കാൻ സാധിച്ചു. വയനാട്ടിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ, നക്സലൈറ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായപ്പോൾ അതിലും വർഗീസിനെ പോലുള്ള ആൾക്കാർ, കുടിയേറ്റക്കാരനായ വർഗീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെറും കൃഷി മാത്രമല്ല, നമ്മൾ വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് മാത്രമല്ല, കായിക രംഗത്തിന് നേരത്തെ പറഞ്ഞതുപോലെ അതുമല്ല, ഈ മനസ്സിലേക്ക് ഒരു ചിന്തകൾ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭാഗമായി മാറുവാൻ സാധിച്ച ഒരു ജനതയാണ് ഈ കുടിയേറ്റത്തിൽ പിന്നിലുള്ളത്. അവരോട് കുറച്ചുകൂടി കരുണയാകാം, അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള നീക്കം അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകണം. അപ്പം നമ്മുടെ ഈ മനസ്സിനെ മാറ്റിയ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എന്തെങ്കിലും സൂചന തന്നാൽ തിരക്കേടില്ല.
നമ്മുടെ ആ സാംസ്കാരിക രംഗത്തുണ്ടാക്കിയ ചെറിയ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമുക്കൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. ഒരു 3 മിനിറ്റ് സമയം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആൾക്കാരുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. അതിന് ആ തീർത്തോളൂ സാർ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് തീർക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഈ ആദിവാസികളെ മനുഷ്യരാക്കുന്നതിൽ കുടിയേറ്റക്കാർക്ക് പ്രാധാന്യമുണ്ടെന്നുള്ളതിന് ഡോക്ടർ ജോയി വർക്കി എന്ന് പറയുന്ന കല്ലടിക്കോട്ട് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ജോയി വർക്കി ആദിവാസികളും കുടിയേറ്റക്കാരും എന്നുള്ള പ്രൗഢമായ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, വസ്തുനിഷ്ഠമായി പഠനങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം ആ പുസ്തകം, അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ശ്രീമാൻ ജോർജ് പറഞ്ഞതുപോലെ മാനസിക വകുപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ സാഹിത്യവും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുടിയേറ്റ ഭൂമിയിൽ സാഹിത്യകാരന്മാർ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. കുടിയേറ്റ ഭൂമിയിലെ കവിതകൾ തന്നെ എഴുതിയിട്ടുള്ള ഒന്ന് പോൾ കല്ലാനോട് എന്ന് പറയുന്ന പ്രശസ്തനായ ആളും, പിന്നെ എൻ്റെ പേര് ഞാൻ പ്രത്യേകം പറയുന്നില്ലെങ്കിലും ഞാനും, അങ്ങനെ രണ്ടാളുകളാണ് സത്യത്തിൽ കവിതകൾ എഴുതിയിട്ടുള്ള, കുടിയേറ്റ പ്രദേശത്തെ കാര്യമായ കവിത എഴുതിയിട്ടുള്ള രണ്ടാളുകളാണ്. ഈ മാനസിക വകുപ്പായിട്ടുള്ള സാഹിത്യവും സംസ്കാരത്തിലും കുടിയേറ്റക്കാര് ശ്രീ ജോർജ് പറഞ്ഞതുപോലെ അവർ കായികാധ്വാനമാണ്. പിന്നെ എനിക്ക് ജോർജ് പറഞ്ഞ അഭിപ്രായത്തിൽ ഒറ്റക്കാടിൻ്റെ പുസ്തകം കുടിയേറ്റക്കാർക്കിട്ട് വലിയൊരു ചെയ്ത്ത് ചെയ്തിട്ടുണ്ട്. കാരണം കുടിയേറ്റക്കാർ വെറും തല്ലിപ്പൊളികളും മദ്യപാനികളും ആഭാസന്മാരുമാണെന്നുള്ള ഒരു ആശയം മലയാളത്തിലെ പ്രഥമ പുസ്തകമാണെങ്കിൽ പോലും അതിൽ കുടിയേറ്റക്കാരെ അപമതിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക വിപര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആശയം ഈ വിഷകന്യകയിൽ ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ മലയാളത്തിലെ കെ ജെ ബേബിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാനന്തവാടിയിൽ ഉണ്ടായിരുന്ന കെ ജെ ബേബി, നാട്ടുഗന്ധികയൊക്കെ ആയിട്ടുള്ള ആ കെ ജെ ബേബി സാംസ്കാരിക രംഗത്ത് ആദിവാസികളെയും കുടിയേറ്റക്കാരെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാവേലി മന്ത്രം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്താണ് ഈ ആദിവാസികളെ, ഈ കുടിയേറ്റക്കാർ വരുന്നതിന് മുമ്പ് തന്നെ അടിമകളായി വിൽക്കുന്ന ഒരു അടിമയുടെ കഥയാണ്. അടിമയെ പറ്റിയൊക്കെ ആ മാവേലി മന്ത്രത്തിനകത്ത് പറയുന്നുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഈ പഞ്ചായത്ത് കൂടുന്ന പോലെയുള്ള ഒരു കാര്യത്തിനാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രത്തിൽ ആളുകൾ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ, അപ്പോൾ മാവേലി മന്ത്രത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കെ ജെ ബേബി സാംസ്കാരിക സ്ഥലത്തിൽ കുടിയേറ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ കുടിയേറ്റത്തെ പറ്റിയുള്ള മലയാളത്തിലെ നമ്മുടെ സാറേ സമയം കഴിയാറായിരുന്നു. ഗോപൂർ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ കുടിയേറ്റത്തിൻ്റെ ഈ നാട്ടുകാരുമായിട്ടുള്ള സമ്പർക്കത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇച്ചിരി താമസിച്ചു വരികയും ചെയ്തു പോയി. ഏതായാലും കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും അഭിവാദം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി കേൾവിക്കാർ ശ്രോതാക്കൾക്കുള്ള സമയമാണ്. കുടിയേറ്റത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ കുടിയേറ്റക്കാരായ 3 പേര് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അതിനുള്ള അവസരമാണിത്. ഈ കുടിയേറ്റ കർഷകരെ പലപ്പോഴും ഒരു ഇരുട്ടിൽ നിർത്തുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ പരിസ്ഥിതി ഘാതകരെന്നും കുടിയേറ്റക്കാര് ഈ നാടിനെ നശിപ്പിച്ചു എന്നുള്ള ഒരു ചർച്ചകൾ പലപ്പോഴും ഒരു ഇമ്പാക്റ്റ് കൊടുത്ത് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഷെയറിങ് വളരെ ഉപകാരപ്പെട്ടു. പക്ഷെ ഈ കുടിയേറ്റത്തിലൂടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യ വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ നാട്ടിലെ സാമ്പത്തിക രംഗങ്ങളിലും ഒക്കെ ചെയ്ത കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കുടി ഇറക്കപ്പെടുന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട സാറ് സംസാരിച്ചു. ഇപ്പോൾ ഇത് അവിടുന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ, അത് ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. അവിടെയുള്ള തലമുറകൾ അവിടെ തന്നെ തീരുന്നു. ഇതിനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിന് എന്തെങ്കിലും സ്റ്റഡീസ് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? ഗവൺമെന്റിന്റെ സപ്പോർട്ട്. ഞാൻ ഈ അടുത്ത നാൾ കേട്ടു, വയനാട്ടില് ചില വീടുകളിലൊക്കെ പുലി രാവിലെയും രാത്രിയിലും ഒക്കെ പുലി ഇറങ്ങുന്നു. ചില വീടുകളിലൊക്കെ വന്യമൃഗ ശല്യം, കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലൊക്കെ ആൾക്കാർ പേടിച്ചരണ്ട് ജീവിക്കുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് PP ദിവ്യയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ആരുണ്ട് ചർച്ച ചെയ്യാൻ? ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളെക്കുറിച്ച് ആരുണ്ട് ചർച്ച ചെയ്യാൻ? ഇതില് ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് എനിക്ക് എൻ്റെ ബാല്യകാലത്ത് ഒരു 60കളിലൊക്കെ ഞാൻ കണ്ടത് ദാരിദ്ര്യത്തിൻ്റെ ആ തീവ്രത
തിരുവമ്പാടി അങ്ങാടിയിലൊക്കെ ഇങ്ങനെ തൊഴിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ മലപ്പുറം അരീക്കോട് കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. ഏത് ഭക്ഷണം മാത്രം കിട്ടിയാൽ മതി, അന്ന് അത്രയ്ക്ക് ദാരിദ്ര്യമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. ചൈന യുദ്ധ കാലത്തൊക്കെ ഭക്ഷണമില്ലാതെ വരുന്ന കാലത്ത് മലയോര പ്രദേശങ്ങളിൽ പിന്നെ മരച്ചീനി, കപ്പയുണ്ട്, അത് തിന്നാൻ വേണ്ടി വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ നേരത്തെ ചോദിച്ചതുപോലെ ഈ നാടിനെ പോറ്റിയൊരു മനുഷ്യരാണ്. ആ മനുഷ്യർ ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസരത്തിൽ വരുമ്പോൾ, ഈ നഗരത്തിൽ വരുമ്പോൾ എനിക്ക് അനുഭവം തന്നെയാണ്. നമ്മളോട് കാണിക്കുന്ന ഒരു അവഗണനയുണ്ട്. അത് മാധ്യമങ്ങളായാലും ശരി, എല്ലാവരും ശരി. നേരത്തെ ഇവിടെ വർഗീസ് സാറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും ആരുടെ പരിഗണനയിലില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ കിട്ടും, എല്ലാ കാലവും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള വിചാരത്തിൽ ഇരിക്കുമ്പോൾ ഈ മനുഷ്യർ താഴേക്ക് ഇറങ്ങി വന്ന് അവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ആരും അറിയത്തില്ല. അവരുടെ സൗകര്യങ്ങളുണ്ട്, അവരുടെ വീട്ടിൽ ചിലപ്പോൾ വാഹനം ഉണ്ടാകും, കാറുണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷേ അവർക്ക് ഒരു തൊഴിലുറപ്പിന് പോകുന്ന ആളുടെ പോലും വരുമാനമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇന്നൊരു കർഷകനായാലും ഒരു ഉദ്യോഗസ്ഥൻ്റെ മാതിരി ജീവിക്കണം. കാരണം ഒരു വീട്ടിൽ ആൾക്ക് ഓരോ ഫോൺ വാങ്ങണം, ആ ഫോണിൽ ചാർജ് ചെയ്യണ്ടേ, ആഴ്ചതോ അതിന് ഡാറ്റ കയറിയിടണ്ടേ, എല്ലാ വീട്ടിലും ഗ്യാസ് വേണം, എല്ലാ വീട്ടിലും വാഹനം ഓടിക്കാനുള്ള പെട്രോൾ വേണം. ഈ പണം ഈ നഗരത്തിൽ താമസിക്കുന്ന ആളുടെ അതേ രീതിയിൽ ഇപ്പോൾ ഗ്രാമത്തിലും ജീവിക്കാൻ പറ്റുള്ളൂ. കേരളം ഒരു നഗരമായി പോയി. അപ്പോൾ ഈ മനുഷ്യർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രശ്നം വന്നാൽ ഭക്ഷണ ദൗർലഭ്യം, അതുപോലെ തന്നെ വാണിജ്യ വിളകൾ ഇല്ലാതായി പോകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ട്. ഇത് ഒരു സ്ഥലത്തിലും ഞാൻ പത്രപ്രവർത്തന നിലയിൽ എനിക്കറിയാം, പത്രപ്രവർത്തകർ പോലും ആ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഇവിടുന്ന് ഒരു 30-40 കിലോമീറ്റർ അകലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ആ സ്ഥലത്തൊക്കെ മുകളിലെല്ലാം വനമായി പോയി, കാട് കയറി ആൾക്കാർ താഴേക്ക് താമസിക്കുന്നു. അപ്പം മൃഗങ്ങൾ മുകളിൽ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പം അങ്ങാടികളിൽ കൂടെയൊക്കെ മൃഗങ്ങൾ നടക്കുന്ന പടങ്ങളൊക്കെ വരുന്നു. എങ്ങനെ ജീവിക്കുന്ന അറിയില്ല. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇടുക മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിലും ഇടാൻ പറ്റുള്ളൂ. മുമ്പേ ഒരു സഹോദരൻ ഉന്നയിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവി ഉണ്ടെങ്കിലും സാംസ്കാരിക മണ്ഡലത്തിലും ഒക്കെ കുടിയേറ്റക്കാരൻ ഏതാണ്ട് വലിയ മഹാപാപം ചെയ്തവനായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം സുഗതകുമാരി ടീച്ചറെ തിരുവനന്തപുരത്ത് കാണുകയുണ്ടായി. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കക്കയത്തല്ല ആന ഇങ്ങനെ കയറി മനുഷ്യരുടെ വീടുകളെല്ലാം തകർക്കുകയാണല്ലോ. ഉടനെ ടീച്ചർ എന്നോട് ചോദിച്ചത്, അതിന് പറയസേ അവിടെയെല്ലാം അങ്ങ് കറണ്ട് കമ്പി വലിച്ചാൽ പോരുന്നു. ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു ദിവസം എൻ്റെ കൂടെ വാ, ഞാൻ പൈസയൊക്കെ മുടക്കിക്കോളാം, അവിടെ വന്ന് 2 ദിവസം താമസിക്കാൻ പറഞ്ഞു. പിന്നെ ടീച്ചറിനെ ഞാൻ കണ്ടപ്പോൾ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. ഈ ബുദ്ധിജീവികളെന്ന് പറയുന്ന അവർ ചെയ്യുന്ന കാര്യം തെറ്റാണെന്നല്ല, സാംസ്കാരിക നായകന്മാർ ചെയ്യുന്നത് ശരിയല്ല, തെറ്റല്ല. പക്ഷേ ഈ സാംസ്കാരിക നായകന്മാരൊന്നും കുടിയേറ്റക്കാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷകമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കണമെങ്കിൽ എന്നാ വെച്ചാൽ സാംസ്കാരിക തലത്തിൽ നിന്നൊരു മുന്നേറ്റം ഉണ്ടാകണം. സാംസ്കാരികത്തിൽ നിന്ന് മുന്നേറ്റം ഉണ്ടാകണം. ജോർജ് പറഞ്ഞ പോലെ കായിക രംഗത്ത് നമ്മുടെ ആളുകൾ വളരെ അത്ഭുതങ്ങളായ രോമാഞ്ചങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും സാംസ്കാരിക തലത്തിൽ ഉദാഹരണം പറഞ്ഞാൽ സക്കറിയയെ പോലുള്ള വലിയ എഴുത്തുകാരുണ്ട്. അവരൊക്കെ ഈ കുടിയേറ്റക്കാരൻ്റെ പ്രശ്നങ്ങൾ, സാറാ ജോസഫിനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചറിന് ഈ കുടിയേറ്റവും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പഠനം നടത്താൻ മേലെ. ഉടനെ ടീച്ചർ ഒന്ന് ചിരിച്ചു. അപ്പോൾ ഇത് കുറച്ച് പതുക്കെ ഇതുപോലുള്ള സമ്മേളനങ്ങൾ വന്ന് ഇത് ഒരു വലിയ ഓളമായി തീരും എന്നാണ് എൻ്റെ പ്രത്യാശ. ഈ പറഞ്ഞിരുന്ന ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ വന്യമൃഗങ്ങൾ വന്ന് മനുഷ്യർ ഓടുന്ന അവസ്ഥകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ വന്യമൃഗങ്ങളെ ആ അവസ്ഥയിൽ നിർത്താം? വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം പന്നികളൊക്കെ വണ്ടി കാണുന്നുണ്ടെങ്കിൽ ആ പന്നികളെ ഒരു ലെവലിനപ്പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ വിൽക്കുക, ആ ഒരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലോ എവിടെയോ വിദേശ രാജ്യങ്ങളിലുള്ള രീതിയിൽ എങ്ങനെ ഇതുങ്ങളെ നമ്മൾക്ക് മാറ്റി നിർത്തി മനുഷ്യനെ സംരക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച എവിടെയും കാണുന്നില്ല. മനുഷ്യന് മാത്രം വിലയില്ല, മൃഗങ്ങൾക്ക് മാത്രം വിലയുണ്ടെന്നുള്ളൊരു രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പം ആ ഒരു രീതിയിലും കൂടി മാധ്യമങ്ങളിൽ ആ ഒരു ചർച്ച അതേ രീതിയിലേക്ക് കുടിയേറ്റവും കുടിയൊഴിക്കലും മാത്രം വരുന്നതിനപ്പുറം മനുഷ്യനെ എങ്ങനെ അവിടെ അവരുടെ സ്ഥലത്ത് ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളും കൂടി വന്നു. ആ ഗ്രാമഭാഗങ്ങളിലുള്ളവരൊക്കെ അവർക്ക് ചെറിയ മരങ്ങൾ ഒഴിച്ച് വേറെ ഒന്നും അവിടെ നടാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒന്നും എവിടെയും കർഷകൻ എന്നും പട്ടിണിയും ഒരു പരിവട്ടവുമായിട്ട് മാത്രം കഴിയുന്നതിലേക്ക് മാറിയിരിക്കുകയാണ്. കർഷകനെ
വിദേശ രാജ്യങ്ങളിലൊക്കെ അവരെ തൊട്ട് നമസ്കരിക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ കർഷകൻ ഇന്ന് തമസ്കരിക്കപ്പെടുന്നവനാണ്. അതിനെപ്പറ്റി എന്താണ് നമ്മുടെ ചർച്ചയിൽ ഒന്ന് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ നല്ലത്. ഇതുവരെ പറഞ്ഞ പോയിന്റുകളിൽ തന്നെ ഉള്ളതാണിത്. അത് മനുഷ്യൻ ഉണ്ടാകണം, മൃഗങ്ങൾ വേണം, ചെടികൾ വേണം, ഈ ലോകം വേണം, വെള്ളം വേണം, എല്ലാം വേണം. ഇതെല്ലാം കൂടെ ഒന്നിച്ചു പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പല രാജ്യങ്ങളിൽ ഇത് പറഞ്ഞതുപോലെ മൃഗങ്ങളെ ലൈസൻസ്ഡ് കുള്ളിങ് ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ ഓസ്ട്രേലിയയിലെ കങ്കാരുവിന് അവരുടെ വലിയ ഔദ്യോഗിക മൃഗമാണ്. പക്ഷേ അതിനെ കൊല്ലാൻ അവസരമുണ്ട്. അത് ഇറച്ചിയായിട്ട് വയ്ക്കും. ഇവിടെ നമ്മൾ കാട്ടുപന്നിയെ പിടിച്ചാൽ അതിൻ്റെ ഇറച്ചി വിൽക്കാതെ അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഏതൊരു നാട്ടിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. നല്ല അതാ കഴിക്കുന്നവർ കൊടുത്താൽ ഗവൺമെൻറ് ഒരു ലാഭമാണ്. പക്ഷേ ആരും ഉപയോഗിക്കാൻ വിചാരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് നയം എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ, ഇവിടെ സാംസ്കാരിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ജീവൽ പ്രധാനമായ ഒരു കാര്യമാണ് ഈ വിഷയം. ആ വിഷയം വരുമ്പോൾ നമ്മൾക്ക് ചില മുൻവിധികളാണെന്ന് തോന്നുന്നു. ഈ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ നമ്മൾ മനസ്സിൽ ചില ചിത്രങ്ങൾ വീണ് കിടക്കുകയാണ്, വളരെ സുന്ദരമായ ചിത്രങ്ങൾ ലോകത്തെക്കുറിച്ച്. അപ്പം അതുപോലെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ കരാറുകളൊക്കെ ഉണ്ട്. വളരെ ഗോപ്യമായ അന്താരാഷ്ട്ര കരാറുകളൊക്കെ ഉണ്ട്. കാർബൺ ക്രെഡിറ്റ്, അത് വലിയൊരു വിഷയമാണ്. അതൊക്കെ നമ്മുടെ പോളിസി ഡിസിഷനിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കർഷകനെ സംബന്ധിച്ച് അവനെ അങ്ങ് താഴേക്ക് തള്ളിയിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഞാൻ പറയും, ഇതൊക്കെ ഉണ്ട്. ഒരു ദാരിദ്ര്യ കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടും, മാളിൽ കിട്ടും, നമുക്ക് ഓൺലൈനിൽ വാങ്ങാം എന്നുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഒരു മരച്ചീനി നട്ടു വളർത്തിയെടുക്കാനുള്ള അധ്വാനം കർഷകന് ആ ചെയ്യുന്ന അധ്വാനത്തിന് ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അപ്പം ഇതൊരു വലിയ വിഷയമാണ്. അതേക്കുറിച്ചുള്ള ചോദ്യകർത്താവ് ചോദിച്ചാൽ അതാണ്, ഇത് വലിയ വിഷയമാണ്. കൂടുതൽ ചർച്ച ചെയ്യുകയും പോളിസികൾ പരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് റോസ്മേരി എന്നാണ്. മലയാളത്തിൽ കവിതകൾ എഴുതുകയാണ്. തികച്ചും കാർഷികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പൂർവികരൊക്കെയും കൃഷിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കർഷകർ ഇപ്പം നേരിടുന്ന ആ ദുരവസ്ഥയെ വളരെ വ്യസനത്തോടു കൂടി നോക്കി കാണാറുണ്ട്. അത് സംബന്ധമായ ഒരുപാട് ലേഖനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മുടെ ഒരു ദേശത്തിന് അന്നം വിളമ്പുന്ന ഈ കൈകളെ എന്തേ ഇങ്ങനെ നന്ദിയില്ലാതെ തട്ടി അകറ്റുന്നു? കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഈ മൃഗങ്ങളുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ മാനുകൾ പെറ്റുപെരുകുമ്പോൾ, അതേപോലെ ഈ പറഞ്ഞ പോലെ കങ്കാരുക്കൾ, വരയാടുകൾ ഒക്കെ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുമ്പോൾ അവിടെയെല്ലാം കള്ളിങ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഈ ഒരു ക്രമാതീതമായ നിരക്കിൽ അവരുടെ വംശം കൂടുമ്പോൾ അവയെ കൊല്ലുകയോ അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വിൽക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സെൻസിബിളായിട്ടുള്ളൊരു തീരുമാനം. ഞാൻ അതേക്കുറിച്ച് ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഈ പരിസ്ഥിതിവാദികളുടെ നിരന്തരമായ ആക്രമണം, നിങ്ങളൊരു കവിയാണോ, എന്തൊരു ദുഷ്ടഹൃദയം എന്നൊക്കെ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഞാൻ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളാണ്, പക്ഷേ മനുഷ്യനും പരിസ്ഥിതി ഒരുപോലെ സംരക്ഷിക്കപ്പെടണ്ടേ. അപ്പോൾ എനിക്കിതിനകത്ത് പ്രത്യാശ നിറഞ്ഞ ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടത് കിഫ എന്ന കർഷക സംഘടനയാണ്. എനിക്ക് കിഫ ഒരുപാട് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയും ഒരു സംഘടിതമായ ഗ്രൂപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതിനെതിരെ നിലകൊള്ളണം. അല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ കൃഷിഭൂമികൾ വിട്ടുപോയാൽ എവിടെയാണ് അതിന് ഒരു അവസരം? കവികൾ ഇങ്ങനെ ഭാവന എഴുതാൻ പാടുള്ളൂ എന്നാണ് അല്ലേ? കവികളൊക്കെ വായിക്കും, കവിതയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ചന്ദ്രിക, ആകാശം, ഭൂമി, കടൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി രസിക്കുകയാണ്. അല്ല, നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്ന് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവഗണനയെക്കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട കവിയത്രി ഇത് പറയുന്നത്. കാരണം നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇത് തഴയപ്പെടില്ല. കാരണം ഭക്ഷണമാണ് കാര്യം, ജീവിതമാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ഒരു നല്ല ചിന്ത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം അത് ഉണ്ടാകാതെ പോകാൻ പറ്റില്ല. മണ്ണ്, പ്രകൃതി ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത ഉണ്ടാകാനുള്ള നീക്കങ്ങൾ ഗവൺമെൻറ് തലത്തിലും എല്ലാ തലത്തിലും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ആശംസയുമൊക്കെയാണ്. എല്ലാവർക്കും നന്ദി. സമയം നമ്മുടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു ചെറിയ കാര്യം കൂടെ ഇബ്രാഹിം ബെൻഹർ പറഞ്ഞു നിർത്താൻ. ഒറ്റ മിനിറ്റ്. ഇവിടെ പത്രങ്ങളിലെല്ലാം തന്നെയും
എഴുത്തിനെ കുറിച്ചിട്ട് പത്രക്കാർ കുഴപ്പക്കാരാണെന്നുള്ള നിലയിലും ഭാഷ പറയുണ്ടായി. വാസ്തവത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി യുവജനങ്ങൾ ഇന്ന് വരെയും വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. റോസ്മേരി പറഞ്ഞ പോലെ ആസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. 12 കൊല്ലം കഴിയുമ്പോൾ അതിൽ 30% കങ്കാരുവിനെ വെടിവെച്ച് കൊല്ലാമെന്നുള്ള നിയമമുണ്ട്. അമേരിക്കയിൽ ഒരു 2 മാസക്കാലത്ത് പെരുകുന്നതായിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അത് ഭക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൽ മാത്രം തെരുവ് പട്ടികൾ 1000 പെറ്റ് പെരുകിയാലും അതിന് ഒരെണ്ണത്തിന് പോലും കൊല്ലാനുള്ള അനുവാദമില്ല. ഇവിടെ പന്നിക്കൂട്ടങ്ങൾ നിലത്തിൽ കൂടിയിട്ട് പന്നിയും കാട്ടാടും മാനും വർഗങ്ങൾ വന്നിട്ട് കൃഷി നശിപ്പിക്കുമ്പോൾ ആകാശത്തിൽ കൂടിയിട്ട് കുരങ്ങും മയിലും ഇപ്പോൾ മലയെണ്ണാനും. എൻ്റെ ചെറുപ്പകാലം 1950-കളിൽ ഞാൻ കേൾക്കുന്നത് മലയെണ്ണാൻ്റെ കൊലച്ചിലും കാട്ടുകോഴിയുടെ കൂവലും മൂളിക്കുരങ്ങിൻ്റെ മൂളലും കേട്ടുകൊണ്ടാണ് വരുന്നിരുന്നത്. അന്ന് ഞങ്ങൾക്ക് തോക്കുണ്ടായിരുന്നു, ഇഷ്ടം പോലെ വെടിവെച്ച് തിന്നാൻ സ്വാതന്ത്ര്യമാണ്. ഇന്ന് കാട്ടുപന്നീനെ വെടിവെച്ചിട്ട് തിന്നുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റ് നിയമങ്ങൾ അടിയന്തരമായിട്ട് ഭേദഗതി വരുത്തണം. അതിൽ കൂടിയിട്ട് ഈ വന്യജീവികളിൽ പെരുകുന്നതായിട്ടുള്ള പന്നികളും കാട്ടുപോത്തുകളും കലമാനുകളും അടങ്ങുന്നതായിട്ടുള്ള ഈവൻ കുട്ടിയാന 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയാനകളെ വെടിവെച്ച് കാട്ടുപോത്തിൻ്റെ ഇറച്ചിയായിരുന്നു പറഞ്ഞുകൊണ്ട് പണ്ട് വയനാട്ടിൽ നിന്നിട്ട് വിറ്റിരുന്നു. ഈ നല്ല നല്ല ഇറച്ചികൾ, ഈ ഫോറസ്റ്റിലുള്ള ഇറച്ചികൾ വന്യമൃഗ മാംസം കച്ചവടം ചെയ്യുന്നതിനും സർക്കാരിൽ കൂടിയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതിയാണ്. വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ യുവജനങ്ങൾ പറയാൻ ധൈര്യമില്ലാത്ത, തൻ്റെ ഇടമില്ലാത്തടത്തോളം കാലം ഈ തെരുവ് പട്ടികളും ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും സഹിക്കാൻ ഇവിടെയുള്ള ജനത ബാധ്യസ്ഥമാണ്.